നമസ്കാരം. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതെ ഇനിയും എത്ര കാലം മുഖ്യമന്ത്രി മൈക്ക് ഓഫാക്കി സ്ഥലം വിടും എന്നറിയില്ല. തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങളെ നിഷേധ സമീപനം കൊണ്ട് നേരിടുന്ന മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയായി മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി, മകൾ വീണ വിജയൻ എന്നിവർക്കെതിരെ കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന് മാത്യു കുഴൽനാടൻ MLA ആവശ്യമുന്നയിച്ചു. തന്റെ പക്കലുള്ള തെളിവുകൾ നേരിട്ട് കോടതിക്ക് നൽകാമെന്നും MLA പറഞ്ഞു. വിജിലൻസ് അന്വേഷിക്കണമെന്നായിരുന്നു കുഴൽനാടന്റെ മുൻ ആവശ്യം. ഹർജിയിൽ ഏപ്രിൽ 12-ന് വിധി പറയും. വീണ വിജയന്റെ ബാംഗ്ലൂർ ആസ്ഥാനമായ IT കമ്പനി എക്സാലോജിക്ക് സേവനങ്ങളൊന്നും നൽകാതെയാണ് CMRL നിന്നും പണം കൈപ്പറ്റിയതെന്നാണ് കുഴൽനാടന്റെ ഹർജിയിലെ പ്രധാന ആരോപണം. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഫെബ്രുവരി 29-നാണ് മാത്യു കുഴൽനാടൻ MLA ഹർജി സമർപ്പിച്ചത്. കേസെടുക്കാൻ വിജിലൻസ് തയ്യാറാകുന്നില്ല. കോടതി ഇടപെട്ട് കേസെടുപ്പിക്കണം എന്നാവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടൻ കോടതിയെ സമീപിച്ചത്. പിണറായി വിജയനും മകൾ വീണയും അടക്കം 7 പേരാണ് കേസിലെ എതിർകക്ഷികൾ. തൃക്കുന്നപ്പുഴയിലും ആറാട്ടുപുഴയിലും ധാതുമണൽ ഖനനത്തിനായി CMRL MD ശശിധരൻ കർത്ത സ്ഥലം വാങ്ങിയെങ്കിലും 2004-ലെ സംസ്ഥാന ഉത്തരവും കേന്ദ്ര നിയമങ്ങളും എതിരായതിനാൽ ഖനനാനുമതി ലഭിച്ചില്ല. കേരള ഭൂവിനിമയ ചട്ടപ്രകാരം പ്രസ്തുത ഭൂമിക്ക് ഇളവ് ലഭ്യമാക്കാനുള്ള കർത്തയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് വീണ CMRL-ലുമായി കരാറിൽ ഏർപ്പെടുന്നത്. ഇതോടെ കാര്യങ്ങൾ അനുകൂലമായി. എക്സാലോജിക്കുമായി കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് റവന്യൂ വകുപ്പിനോട് കർത്തയുടെ അപേക്ഷയിൽ പുനഃപരിശോധന നടത്താൻ നിർദ്ദേശിച്ചതായി ഹർജിക്കാരൻ ആരോപിക്കുന്നു. സേവനങ്ങൾ ഒന്നും നൽകാതെയാണ് CMRL-ൽ നിന്നും വീണ പണം കൈപ്പറ്റിയതെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. കരിമണൽ വിവാദവുമായി ബന്ധപ്പെട്ട് വീണ വിജയന് നൽകിയ 1,72,00,000 രൂപയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ED കഴിഞ്ഞ ദിവസം പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കി കേസെടുത്തതിന് പിറകെയാണ് കുഴൽനാടന്റെ ഹർജിയിൽ വിധി വരാനിരിക്കുന്നത്. നേരത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നിവ വീണ പണം വാങ്ങിയത് വഴിവിട്ടാണെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നിട്ടും EDയോ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസികളോ കേസിൽ ഫലപ്രദമായി ഇടപെടാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് മാത്യു കുഴൽനാടൻ ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മാത്യു എന്ന ഒറ്റയാൾ നടത്തുന്ന പോരാട്ടം ഫലപ്രദമാകുമോ എന്ന് കാത്തിരുന്നു കാണാം.